നമസ്കാരം. പരാജയങ്ങളിൽ നിന്നും പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് ഒടുവിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കനത്ത പ്രഹരങ്ങൾ ഏൽക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. മൂന്നാം ഭരണം ലക്ഷ്യമിട്ട് അഹങ്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയും നീങ്ങിയ പാർട്ടിക്ക് സ്വന്തം കോട്ടകളിൽ പോലും ജനങ്ങൾ കനത്ത പരാജയം സമ്മാനിച്ചപ്പോൾ അത് വലിയ ആത്മപരിശോധനയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ പാർട്ടി നേതാക്കൾ പുറത്തു പറയാൻ മടിച്ചിരുന്ന കപ്പൽ മുങ്ങാനുള്ള കാരണങ്ങൾ പാർട്ടിയുടെ ഔദ്യോഗിക വാരികയായ ചിന്തയിലൂടെ തന്നെ പരസ്യമാക്കിയിരിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ ടീച്ചർ. തിരിച്ചുവരവ് അനിവാര്യമാണ് എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിലൂടെ ശൈലജ ടീച്ചർ പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന് നേരെ വലിയൊരു അമ്പാണ് തൊടുത്തുവിട്ടിരിക്കുന്നത്. നേതാക്കളുടെയും പ്രവർത്തകരുടെയും പെരുമാറ്റം, സംസാര ശൈലി, അവരുടെ ആഡംബര ജീവിത രീതി എന്നിവ അടിയന്തരമായി പരിശോധിക്കപ്പെടണമെന്നും തിരുത്തലുകൾ വരുത്തണമെന്നുമാണ് ശൈലജ ടീച്ചർ ലേഖനത്തിൽ തുറന്നടിച്ചിരിക്കുന്നത്. അതായത് ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് മുകളിൽ ഇരിക്കുന്ന വൻമരങ്ങളുടെ ശൈലിയാണെന്ന് ടീച്ചർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളിൽ താഴെ തട്ടിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. ആ വിമർശനങ്ങളുടെ കൃത്യമായ തുടർച്ച തന്നെയാണ് ശൈലജ ടീച്ചറുടെ ഈ വിമർശനങ്ങളും. നേതാക്കളുടെ ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റവും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സംസാര ശൈലിയുമാണ് പാർട്ടിയെ ഈ പതനത്തിൽ എത്തിച്ചതെന്ന് അണികൾക്ക് വരെ മനസ്സിലായിട്ടും അത് പിണറായി വിജയനെയും MV ഗോവിന്ദനെയും ബോധ്യപ്പെടുത്താനാണ് ഇപ്പോൾ പാർട്ടിയിലെ മറ്റു നേതാക്കൾ പാടുപെടുന്നത്. ഞാൻ പറയുന്നതേ നാട്ടിൽ നടക്കൂ, ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കൂ എന്നൊക്കെ പറയുമെന്ന പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ശൈലിക്കേറ്റ കനത്ത പ്രഹരമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം. നേരത്തെ MA ബേബി, തോമസ് ഐസക്, P രാജീവ് തുടങ്ങിയ പ്രമുഖ നേതാക്കളും തെരഞ്ഞെടുപ്പിന് ഫലത്തിന് പിന്നാലെ ഇത്തരം തിരുത്തലുകളുടെ ആവശ്യകതയെക്കുറിച്ച് പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വന്തം പാർട്ടിയുടെ ഔദ്യോഗിക വാരികയിലൂടെ തന്നെ ശൈലജ ടീച്ചർ ഇത് വിളിച്ചു പറയുമ്പോൾ പാർട്ടിക്കുള്ളിലെ സാഹചര്യം എത്രമാത്രം ഗൗരവകരമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന യഥാർത്ഥ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളണമെന്നും മുകളിലിരിക്കുന്ന ക്യാപ്റ്റന്മാരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തണമെന്നും ഒക്കെയാണ് പാർട്ടിയിലെ പൊതുവായ വികാരം. പണ്ടൊക്കെ പിണറായി വിജയനെ ആരെങ്കിലും വിമർശിച്ചാൽ ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായി ചാടി വീഴുന്ന അണികൾ പോലും ഇപ്പോൾ നേതൃത്വത്തെ പരസ്യമായി കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റൻ പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിച്ചിരുന്ന അണികൾ ഇപ്പോൾ പിണറായിയെ പൂർണ്ണമായും തള്ളി പറയുകയാണ്. പരാജയത്തിന്റെ ഈ കനത്ത പശ്ചാത്തലത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെ കുറിച്ച് തീരുമാനിക്കാൻ വരുന്ന മാസത്തിൽ വലിയൊരു വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. ഈ യോഗത്തിൽ കെ ശൈലജ ടീച്ചർ ഉയർത്തിയ ഈ കടുത്ത പരാമർശങ്ങൾ, വിമർശനങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുമെന്നാണ് വിവരം. പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും കസേര നഷ്ടമാകുന്ന തരത്തിലുള്ള ഔദ്യോഗിക തിരുത്തൽ നടപടികൾ ഈ യോഗത്തിൽ രൂപം നൽകുമെന്നാണ് അണികൾക്കിടയിലെ സംസാരം. ചുരുക്കത്തിൽ ജനങ്ങളെ മറന്ന് അഹങ്കാരത്തോടെ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് ജനങ്ങൾ നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റിൽ പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളകിയിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് പോലും പിണറായിയുടെ ശൈലിയെ പരസ്യമായി തിരുത്തേണ്ടി വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയുടെ ആഴം തന്നെയാണ് വ്യക്തമാക്കുന്നത്.